നമ്മൾ ഈ ജാമിൽ ഫത്തുവിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ കാര്യങ്ങൾ ഓർമ്മ വരാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കുറച്ച് സുഹൃത്തുക്കൾ ഇങ്ങനെ വിളിച്ച്, അപ്പോൾ അവർ ഈ ഒറ്റപ്പെടലിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ സംസാരിച്ച്, ജീവിതത്തിൽ ഭയങ്കര ഒറ്റപ്പെടുന്ന ആളുകൾ കുറ്റപ്പെടുത്തുന്ന, ഒറ്റപ്പെടുത്തി എന്താ പറയുക, പലരും തെറ്റിദ്ധാരണ കാരണമാണ്. അങ്ങനെ ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലേക്ക് ഓടി വന്ന കാര്യം എന്ന് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടമാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ മനസ്സിലേക്ക് ഓടി വന്ന്. അതായത് മക്കക്കാർ മുഴുവൻ ഒറ്റപ്പെടുത്തി, അത് കഴിഞ്ഞ് ആ ഒരു സമയത്ത് ചേർത്ത് പിടിച്ച ഖദീജ ബീവി, അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന അബൂ താലിബ്, രണ്ടുപേരും ഒരേ സമയം വഫാത്താവുക ഒരു വർഷത്തിൽ. ആമുൽ ഹുസ്ൻ എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ആ സമയത്ത് ഒക്കെ ഒറ്റപ്പെടുത്തിയ സമയത്ത് അള്ളാൻ്റെ വഹി ഇറങ്ങാതെ കുറേ കാലം വന്നു. അങ്ങനെ ഒരുപാട് ദിവസത്തോളം വഹി പോലും ഇറങ്ങാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പം നമ്മളൊക്കെ പറയുന്ന ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോയി എന്നുള്ളതാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് സൂറത്തുൽ ദുഹ ആയിട്ട് ജിബ്രീൽ വരുന്നൊരു അവസരമുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഖുർആൻ അതിനെ പറയുന്നത്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബിയെ, അള്ളാഹ് നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടില്ല, നിങ്ങളെ കൈവിട്ടിട്ടില്ല. എൻ്റെ അവസാന ആ സൂറത്തിൽ പറയുന്നുണ്ട്, വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. അതായത് നീ ഉദ്ദേശിച്ചതിനെക്കാളും മനോഹരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നിനക്ക് തരുന്ന നബിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ആക്ച്വലി സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമല്ല, നമ്മളോടും കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടെന്ന് തോന്നുന്ന അവസരത്തിലൊക്കെ ഈ സൂറത്തിൻ്റെ തഫ്സീർ എടുത്ത് വായിച്ചാൽ മതി, അല്ലേ? വളരെ മനോഹരമായിട്ടുള്ള തഫ്സീറാണ്. മാഷാ അല്ലാഹ്.